मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇന്ന് രാവിലെ എൻ്റെ അമ്മ ഉണ്ടാക്കിയത് കഞ്ഞി. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നതിന് വളരെ നന്ദി. അടികൈ. കലക്കി തോത്താറാം. വലുതാക്ക് വലുതാക്ക്. അവൻ തന്നെ ഈ കോമ്പറ്റീഷൻ ജയിക്കും. ഇനിയും ബോഡി ഊതി പെരുപ്പിക്ക. എടാ കഴുതേത് ബോഡിയാണ്, അല്ലാതെ ബലൂൺ അല്ല ഊതി പെരുപ്പിക്കാൻ. മുത്തച്ഛൻ 2 ആഴ്ചയായി ചുമക്കുകയാണ്. കോമ്പറ്റീഷൻ ശരിക്കും മുറുകുകയാണ്. അടികൈ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ആര് ജയിക്കും? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പഴയ ജോക്ക് കേട്ട് പലരും ചിരിച്ചു. തോത്താറാം ഈ കോമ്പറ്റീഷനിൽ ജയിച്ചു. അടികൈ. ഞാൻ ഇതുവരെ ഇത്രയും നല്ലൊരു ബോഡി ബിൽഡറെ കണ്ടിട്ടേ ഇല്ല. ചീലിനെ തോപ്പിക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇത് തോത്താറാമിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഈ സിറ്റിക്കകത്ത് തന്നെ ഇത്രയും നല്ലൊരു ബോഡി ആർക്കും തന്നെ ഇല്ല. അത് ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാ. അതെ, ഇനി വേൾഡ് ചാമ്പ്യൻ ആകണം, അത്ര തന്നെ. തീർച്ചയായും. അതെ, ഞാൻ ജയിച്ചിരിക്കുന്നു. ഐ ഹാവ് ദ ബെസ്റ്റ്. ഞാൻ പറയുന്ന കേക്ക് തോത്താറാം. എന്റെ പൊന്നോ, ഇപ്പൊ സമയമൊന്നുമില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. കൊച്ചളിയ, ഇവനത് എന്തു പറ്റി? ആളാകെ മാറിപ്പോയല്ലോ. കേട്ടോ നിങ്ങള്, ഞാനാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബോഡി ബിൽഡർ. യോ അടിപൊളി തോത്താറാം, നിങ്ങളാണ് ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ബോഡി ബിൽഡർ. ആ പിന്നെ സൈഡിൽ കൂടെ പറക്ക്. എന്നെ പോലെ ബോഡി ബിൽഡറിന്റെ അടുത്ത് വന്ന് മുട്ടുകയാണെങ്കിൽ നിങ്ങളുടെ തവിട് പൊടിയാകും. തോത്താറാം ജയിച്ചതിന്റെ സന്തോഷത്തിലാണ്. ഇനി വിഷമിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നെ എതിർക്കാൻ ഇവിടെ ആളുമില്ല. എടാ, കോമ്പറ്റീഷൻ ജയിച്ചത് കൊണ്ട് നീ എന്താ വേൾഡ് ചാമ്പ്യൻ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണോ? അതെ ഭായ്, വിചാരിക്കുക. തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ ഒരെണ്ണം വെച്ച് തരികയാണെങ്കിലേ നീ തവിട് പൊടിയായിട്ട് താഴെ വന്ന് വീഴും. മര്യാദക്ക് മെഡലിങ്ങതാ. ഈ തോത്താറാം ഇത് എന്താ ചെയ്യുന്നേ? പോപ്പട്ട് നിന്നെ കൊണ്ട് പറക്കാൻ കഴിയില്ലല്ലോ. പോയവനെ തിരിച്ചു വിളിച്ചോണ്ട് വാ. പറവയാണ്, പറന്ന് നടക്കും നീലാകാശത്തിൽ. ഞാനാണെന്ന് ബെസ്റ്റ് ബോഡി ബിൽഡർ, ഏറ്റവും ബെസ്റ്റ്. ഹൈ ഫൈ. വൗ, എന്റെ ഗ്രീൻ. തോത്താറാം, രക്ഷിക്കൂ. നോക്ക, ഇവനുമായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ബോഡി ബിൽഡറുമായിട്ട് പ്രശ്നം ഉണ്ടാക്ക.
എനിക്ക് തല കറങ്ങുന്നുണ്ട്. താത്തയായ നീ കഴുകനെ തല്ലുന്നോ? പക്ഷികൾക്കെന്നൊരു നിയമമുണ്ട്. മുത്തച്ഛ, ബോഡി നോക്ക്, ബോഡി. ഈ ബോഡി നോക്ക്. സോറി ചേട്ടാ, ചേട്ടൻ പൊയ്ക്കോ. ഇങ്ങേർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. സംശയമുണ്ടോ? നീ ഇവിടെ എന്താ ചെയ്യുന്നത്? താഴെ വാ, അല്ലെങ്കിൽ തളർന്ന് വീഴ്ന്നു പോവും. കൊള്ളാം, ഞാൻ ഒരിക്കലും തളരില്ല. നീ പൊയ്ക്കോ പോവാൻ. ഞാൻ കുറച്ചുകൂടെ മുകളിൽ പോയി പ്ലെയിനോട് പറക്കാൻ പോവാ. നീ പൊയ്ക്കോ. എന്ത് പറ്റി? അവൻ ആ മെഡൽ ദഹിക്കുന്നില്ല. സംശയമുണ്ടോ? അതിനവൻ മെഡൽ കഴിച്ചോ? എടാ കഴുതേ, അവന്റെ വിജയം അവന് ദഹിക്കുന്നില്ല എന്ന്. പോപ്പട്ടെ, നീ അവനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ലായിരുന്നോ? അവനത് മനസ്സിലാക്കുന്നില്ല. അവൻ ഓവർ എക്സൈറ്റ് ആയിരിക്കുകയാണ്. അവന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? ഭ്രാന്ത് മാറ്റിയെടുക്കാൻ ഡോക്ടർ ബാലുവിനെ കൊണ്ടേ കഴിയൂ. ചിലപ്പോഴൊക്കെ ഇവൻ വിവരത്തോടെ സംസാരിക്കാറുണ്ട്. ഇത് കൊള്ളാലോ, എല്ലാരും ഉണ്ടല്ലോ. ഇങ്ങോട്ട് വരൂ. എന്തു പറ്റി? നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഡോക്ടർ ബാലു, തോത്താറാം വിചിത്രമായി പ്രവർത്തിക്കുന്നു. അവൻ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നില്ല. ഞങ്ങൾ ആര് പറഞ്ഞിട്ടും അവ അത് കേൾക്കുന്നില്ല. എന്താ സംഭവിച്ചത്? എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. മനസ്സിലായി. അവന്റെ തലയിൽ വിജയം കയറിയിരിക്കുകയാണ്. അതെയോ? പക്ഷെ അവന്റെ തലയുടെ മുകളിൽ ഞങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. പോപ്പട്ട്, നീ അവനെ അടുത്ത് നിന്ന് കണ്ടതല്ലേ? എന്നിട്ട് എന്താ പറയാത്തത്? അവന്റെ തലയിൽ ആരോ കേറിയിരിക്കുന്ന കാര്യം. ആ ഹണി, ഇങ്ങോട്ടൊന്ന് വരൂ. ഈ ലോകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിന് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഇല്ലാത്തതായും കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ കാണാൻ കഴിയുകയും ചെയ്യും. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെയാണ്. ഇപ്പൊ തോത്താറാമൻ അവനെ അല്ലാതെ മറ്റാരെയും കാണാൻ കഴിയില്ല. ഇല്ല, അവനെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അവൻ പോപ്പട്ടിനോട് സംസാരിച്ചു. എടാ കഴുതേ, ഡോക്ടർ ഉദ്ദേശിച്ചത് തോത്താറാം മതിമറന്ന് പെരുമാറുന്നുണ്ടോന്നാ. ഇതൊരു കഠിനമായ പ്രശ്നം മാത്രമല്ല, ഡേഞ്ചറുമാണ്. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. എങ്ങനെ? ചിലപ്പോഴൊക്കെ നമുക്ക് അതിയായ സന്തോഷം തോന്നുമ്പോൾ ഓവർ എക്സൈറ്റ്മെന്റ് കാരണം BP കൂടിപ്പോവും. നെർവസ് സിസ്റ്റം മൊത്തത്തിൽ തകരാറിലാവും. ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് നൽകാം. അത് കഴിച്ചാൽ എല്ലാം ശരിയാവും. ഞങ്ങൾക്ക് മരുന്ന് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കാര്യം ശരിയാവും? മരുന്ന് തോത്താറാമനല്ലേ കൊടുക്കേണ്ടത്. ഡോക്ടർ ബാലു തോത്താറാമിനെ കൊണ്ട് കഴിപ്പിക്കാനാണ് നമുക്ക് മരുന്ന് തരുന്നത്. സംശയമുണ്ടോ? എന്താ പിടിച്ചോ? പോപ്പട്ടെ, നീ ഈ ഗുളിക തോത്താറാമനെ കൊണ്ട് കഴിപ്പിക്കണം. അവൻ എന്റെ കൺട്രോളിൽ നിക്കത്തില്ലെന്നേ. എങ്കിൽ എല്ലാവർക്കും കൂടി ചേർന്ന് പറന്ന് അവിടെ എത്താം. ഡോക്ടർ സാറേ, ബണ്ണിക്ക് ഒരു മരുന്ന് കൊടുത്താട്ടെ. ഇവനും പട്ടു പിടിച്ചെന്നാ തോന്നുന്നേ. നമുക്ക് എങ്ങനെയാണ് പറക്കാൻ കഴിയുക? ഒരു വഴിയുണ്ട്, വേഗം വരൂ. ഉല്ലാസമായി പറക്കും ഞാൻ. പറഞ്ഞോളൂ, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. ഞാൻ മെഡൽ ജയിച്ചിരിക്കുകയല്ലേ. ഇനി വചൻ എന്താ ചെയ്യുക? തോത്താറാം, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ശരി, എന്നാ നാളെ പോയി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു വന്നേക്ക്. ഓ കൊച്ചളിയാ, കൊച്ചളിയാ. എന്താ ഭായ്, താനും പറക്കുകയാണോ?
രക്ഷിക്കണേ. ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നിനക്ക് നല്ല ഭാരമുണ്ട്. സംശയമുണ്ടോ? എന്റെ പൊന്ന് പോപ്പട്ടെ, ഇത് നിന്നെ കൊണ്ടൊന്നും കഴിയില്ല. ഇതിനൊക്കെ വലിയ ബോഡി ബിൽഡർ ആയിരിക്കണം. ആ, 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 ആ. തോത്താറാം, വാ നമുക്ക് പറക്കുന്ന മത്സരം നടത്തി നോക്കാം. നീ എന്നോടൊപ്പം മത്സരിക്കാൻ പോവുകയാണോ? ഞാൻ ചാമ്പ്യനാണ്, ചാമ്പ്യൻ. ഇല്ല, ആ മെഡൽ ഇങ്ങനെ തന്നേക്ക്. വേണ്ട വേണ്ട. എന്റെ പൊന്നെ, താനെന്താ ഈ ചെയ്തത്? സബാഷ് ബണ്ണി, സബാഷ്. എന്റെ ഭായ്, വല്ലാതെ ക്ഷീണം തോന്നുക. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എന്റെ ഭായ്, പരുക്കൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പറക്കേണ്ട എന്താവശ്യമാ ഉള്ളതാ? നിനക്ക് മരുന്ന് നൽകാൻ വേണ്ടിയാണ് പറക്കേണ്ടി വന്നത്. സംശയമുണ്ടോ? പക്ഷെ അത് എന്തിനു വേണ്ടിയായിരുന്നു പറ. നിന്നെ സ്വയംഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കോമ്പറ്റീഷൻ ജയിച്ചതിന് ശേഷം നീ ആകെ മാറിപ്പോയിരുന്നു. അതെ ഭായ്, എനിക്കിതിനറിയില്ല എനിക്ക് എന്താ സംഭവിച്ചെന്ന്. ഇനി നിനക്ക് ഒരുപാട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. ഇങ്ങനെ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോഴെല്ലാം പറന്നുകൊണ്ടിരുന്നാൽ മറ്റൊരു മത്സരത്തിൽ നിനക്ക് പങ്കെടുക്കാൻ പറ്റില്ല. എന്റെ ഭായ് ശരിയാ പറഞ്ഞതാ. ഇനി എന്റെ വിജയത്തെ ഞാൻ ഒരിക്കലും എന്റെ തലയ്ക്കകത്തേക്ക് കേറ്റുകയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ തലയിൽ വിജയം കയറിയിരിക്കുന്നു നിങ്ങൾ പറയുന്നു, പക്ഷെ ഇപ്പോഴും ഞാൻ ആരെയും കാണുന്നില്ല.